നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഞങ്ങളിവിടെ ഒരു റിസോർട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങാനുള്ള ഇവിടെ ഇറങ്ങാനുള്ള ഇവിടെ തൊട്ട് നമ്മുടെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നു. അല്ല ഇതൊരു പ്രത്യേകത കണ്ട് ഇറങ്ങിയതാണോ അതോ ഇവര് പറഞ്ഞു കേട്ട് വന്നതാണ്, ഇവിടെ ഉള്ളവര് പറഞ്ഞു കേട്ട് വന്നതാണ്. അപ്പൊ യൂട്യൂബിലൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കടയെ പറ്റി? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു കടയെ പറ്റി? കടയെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ആൾക്കാർ വന്ന്, റഹീമാണ് ഫസ്റ്റ് വന്ന്, പിന്നെ കോട്ടയത്ത് നിന്ന് ഒരാൾ വന്ന്, ആലപ്പുഴയിൽ നിന്നൊരു ഹരി എന്ന് പറഞ്ഞ ഒരാൾ വന്നാണ് ഫസ്റ്റിലെടുത്തത്. അതവർ ചായ കുടിക്കാൻ വന്ന് ഞാനെന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് പട്ടീനെ കടവുണ്ടായി കഥ പറഞ്ഞു കൊടുത്ത് അവരത് വീഡിയോ ഇട്ടു. അങ്ങനെയാണ് അത് വൈറലധികമായത്. പിന്നെ ഫുഡിൻ്റെ ഒരാൾ റഹീം എന്ന് പറഞ്ഞ് കോഴിക്കോട് വന്നു. അങ്ങനെയാണ് അത്രയേറെ. പിന്നെ വരുന്നവരും പോകുന്നവരൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് അത് വലിയ അതുവരെ വലിയ കച്ചവടം ഒന്നും ഇല്ലായിരുന്നു. കച്ചവടം കച്ചവടം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാരും കർഷകരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. കർഷകർ 18ഉം 19ഉം പ്രളയം വന്നപ്പോൾ സർക്കാർ എല്ലാവരും മാറ്റി പാർപ്പിച്ചുകൊണ്ടാണ് ആ കച്ചവടം പറഞ്ഞത്. അതുപോലെ ഇപ്പൊ റോഡുണ്ടായിട്ട് 2 വർഷമായിട്ടുള്ളൂ. ആര് വന്നാലും 10 റുപ്യ ഒരു ചായ ഒരു കടിയല്ലേ കഴിക്കുള്ളൂ, അത് കൂടുതലൊന്നും ഇല്ലല്ലോ. 7 മണിയാകുമ്പോൾ തുറക്കും. രാവിലെ അല്ല, രാവിലെ കഴിക്കാനുണ്ടാവും. രാവിലെ പൂരി ഉണ്ടാവും, പത്തില് ദോശ, അല്ലെങ്കിൽ പിന്നെ പുട്ട്, കടലക്കറി, കറികളൊക്കെ ഉണ്ടാവും. അതൊരു 11:30 ആകുമ്പോൾ തീരും. പിന്നെ ഉള്ളത് പഴംപൊരി, നെയ്യപ്പം, പക്കാവട, പരിപ്പുവട. ഈ ചായ അടിച്ച് കൈ കഴിക്കത്തില്ല അച്ഛാ? ഞങ്ങളെങ്ങനെ ജയിച്ചു പോയിക്കോട്ടെ. ഈ ഇത് കടയുടെ പ്രത്യേകത കാണാൻ രസമുണ്ടല്ലേ? ഈ പുല്ലൊക്കെ വെച്ച് മേഞ്ഞോണ്ട് പ്രത്യേക രസമുണ്ട്. ഇത് 27 വർഷമായി ഈ കട ഉണ്ടാക്കി. 27 വർഷം. ഷീറ്റ് മേഞ്ഞ അല്ലെങ്കിൽ അല്ല, അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. ചെയ്തുകൂടെ? എങ്ങനെ വേണമെങ്കിൽ പൈസ കായില്ലയോ? പൈസ അപ്പൊ ഒരു എത്ര ചായ പോകും എന്തായാലും നോക്കിയിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തായാലും ഓൺലൈൻ മീഡിയ ആണ് ഇത് ഹിറ്റ് ആക്കിയത് അല്ലേ? അവരോടൊക്കെ ഒരുപാട് നന്ദി ഉണ്ടല്ലേ? അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു 2 സ്റ്റാഫിനെ വെക്കുന്ന ഒരു കച്ചവടം ആയെങ്കിൽ ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം കച്ചവടം മതി. നമുക്ക് ചായയും കടിക്കലിന് 10 റുപ്യ. അതാ വിൽപ്പന അല്ലേ? വലിയ പഴംപൊരിയാണ് ഞങ്ങളെ പഴംപൊരിയൊക്കെ കേട്ടോ. കഴിഞ്ഞു പോയി. അത് ആ കല്യാണ പാർട്ടിക്കാർ വന്നോണ്ടാ. പഴംപൊരി വലുതല്ലേ? എല്ലാ കടികളും ഞങ്ങൾ ഒന്നും ചെറുതാക്കാറില്ല. എല്ലാ കടികളും. പാലൊക്കെ സൊസൈറ്റി പോയി മേടിക്കും. ഞങ്ങൾക്ക് ഇത്രയും കാലം പശുവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങളിതിനെ വിറ്റു. പശു കൊണ്ട് വരണം. ഇപ്പോൾ പാലില്ല, ബാക്കി സൊസൈറ്റി പോയി മേടിച്ചിട്ട് വരും. അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ല, ഇങ്ങനെ അങ്ങ് പോകും. 7 മണിയൊക്കെ ആവുമ്പോൾ അടയ്ക്കും. മൃഗങ്ങൾ 7-7:30 ആവും. ആളുണ്ടെങ്കിൽ വരുന്നവർക്ക് ഞാൻ ദൂരെ നിന്നൊക്കെ വന്നാൽ ചായ എല്ലാം കൊടുക്കും. ഇവിടെ പുലിയും കടുവൊക്കെ കണ്ടിട്ടുണ്ടോ? ആനയൊക്കെ ഇറങ്ങും ഇവിടെ? ഇറങ്ങോ? എന്നിട്ട് പേടിയൊന്നും ഇല്ലേ? ജീവിക്കണ്ടേ? അല്ല, ആനയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇങ്ങോട്ടൊന്നും അങ്ങനെ വരത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് വന്ന ശേഷം കച്ചവടം കൂടിയിട്ടുണ്ടോ? അത് സത്യം പറ. കൂടിയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ സുകുമാരൻ ചേട്ടന്റെ കടയെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് ആ ബോർഡ് അവിടെ വെച്ചേക്കുന്നത്, സുകുമാരൻ ചേട്ടന്റെ കടയെന്നുള്ളത്. ബോർഡ് അല്ലെങ്കിൽ ചായക്കടയെന്ന് അറിയണ്ടേ? അറിയണമെങ്കിൽ എന്തെങ്കിലും അടയാളം വേണ്ടേ? അപ്പൊ വരുന്ന കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചായയിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക കൂട്ടുവല്ലോ ഉണ്ടോ? ഇല്ല, പിന്നെ സാധാ ചായ തന്നെ. അപ്പൊ എന്തായാലും ഇത് കേട്ടറിഞ്ഞ് ഒരുപാട് ആൾക്കാർ വരുന്ന കൊടുക്കാനുള്ള സമയം ഉണ്ട് ഇവിടെ? എല്ലാവർക്കും ചായയും കടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. വന്നാൽ ഉള്ളതിനനുസരിച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. അതെ, ഉള്ളതിനനുസരിച്ച് കൊടുക്കും. അതെ, ആദ്യം അല്ലെങ്കിൽ പിന്നെ മുൻകൂർ പറഞ്ഞാണെങ്കിൽ പിന്നെ കൊടുക്കും. അല്ലാണ്ട് ഇപ്പൊ അതെ, അതില്ല. ഇതിപ്പോ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് വേസ്റ്റ് ആയി കളയാൻ പറ്റൂലല്ലോ. അപ്പൊ ആര് പൈസ തരും? അതൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വേസ്റ്റ് ആക്കുന്ന ഒരു സാധനം ഞങ്ങൾ ഉണ്ടാക്കില്ല. ആവശ്യത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നൊരു 5 കടി ബാക്കിയാണെങ്കിൽ ഞങ്ങൾ നാളെ 5 കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം വെളിയിൽ നിന്ന് ആൾക്കാർ വരണം. ഈ കട ഇവിടെ സ്ഥാപിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, ആൾക്കാർ വരുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു? ഞങ്ങൾ നാട്ടുകാരുണ്ടായിരുന്നല്ലോ, ഇഷ്ടം പോലെ നാട്ടുകാരുണ്ടായിരുന്നു. നമുക്ക് കൃഷിയും കാര്യങ്ങളും പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കൃഷിയും കാര്യങ്ങളും ഇല്ലാതിരുന്നത്. അത് ഈ പ്രളയം വന്നേ പിന്നെയാണ് ഇങ്ങനെ കൃഷിയും കാര്യങ്ങളും ഇല്ലാത്തത്. ബാക്കിയുള്ള സമയങ്ങളൊക്കെ അല്ലെ കൃഷികളുണ്ട്, നാട്ടുകാരും പണിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. നിങ്ങളോ? അത് എല്ലാവരും വന്നൊരു ചായ കുടിച്ചിട്ട് ഞങ്ങളെ സഹായിച്ച് എല്ലാവരും പോകണം. എന്നാലും ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു വിജയത്തിലെത്തുള്ളൂ. മായം മന്ത്രമൊന്നുമില്ല, ഒരു സാധനത്തിന് മായം ചേർക്കുന്നത് പരിപാടിയില്ല. അധികം വരാനുള്ള കാരണം അടുപ്പിൽ ചായയാണ്, പാലപ്പോൾ കാച്ചി കൊടുക്കും. കടികളാണെങ്കിൽ നല്ല ചൂടുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അതിനിപ്പോൾ പിന്നെ ചെറിയ കടിയൊന്നുമില്ല, എല്ലാ കടികളും ഞങ്ങൾ നല്ല ഇതിലാണുള്ളത്. അപ്പം അതുകൊണ്ടൊക്കെ ആൾക്കാർ വരും. അല്ലാണ്ട് പിന്നെ കടി മോശമായിട്ട് പാലില്ലാതെയൊന്നുമല്ല. അങ്ങനെ ഉള്ളതിനനുസരിച്ച് ഇപ്പോൾ ആര് വന്നു ചോദിച്ചാലും കൊടുക്കും.